അഡ്വക്കേറ്റ് പ്രമോദ്, എന്തായാലും അൻവർ അച്ഛൻ എന്ന് വിളിച്ചയാൾ പട്ടുപോയിരിക്കുന്നു. അച്ഛനെ പോലെ കരുതിയ ആൾ പട്ടുപോയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുന്നു. ADGP നൊട്ടോറിയസ് ക്രിമിനൽ P ശശി കാട്ടുകള്ള. ഇനിയിപ്പോൾ ആകെയുള്ള അഭയം കോടതിയാണ്. ഹൈക്കോടതിയിലേക്ക് പോകാൻ ഇരിക്കുന്നു. ഹൈക്കോടതിയിലേക്ക് അൻവർ നീങ്ങിയാൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഇടപെടലുകളൊക്കെ ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു കാര്യം ഞാനൊന്ന് ബൽദാവ് സാറിനോടൊന്ന് പറയാനാ. ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അഴിമതി ചെയ്താൽ ഇവിടെ ആരും ഒന്നും പറയില്ല. പക്ഷേ ഈ CPM എന്ന പാർട്ടി സഖാക്കൾ അഴിമതിക്ക് അതിങ്ങനെ ഉണ്ടാവും, ഈ നാട്ടിൽ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പാടില്ല. അത് വളരെ ഒരു വേദനാജനകമാണ്. CPM എന്ന് പറയുന്ന ജനങ്ങളുടെ വിശ്വാസം അഴിമതി രഹിത ഗവൺമെന്റ് എന്നാണ് ഇതുവരെ വാദിക്കുന്നത്. അപ്പൊ ഇപ്പൊ പറയണ ഇനി മുതലേ 50% അഴിമതി ചെയ്തുള്ളൂ എന്ന് പറയണം. ആ സ്ഥിതിയിലേക്കാണ് പോണത്. പിന്നെ ഇതിൽ PV അൻവർ അദ്ദേഹം ഇത് കോടതിയെ സമീപിച്ചാൽ ഇത് കൂടുതൽ അപകടമാണ് ഉണ്ടാവാൻ പോണത്. കാരണം കോടതിയില് സർക്കാർ വന്നൊരു മറുപടി പറയേണ്ടി വരും. ഈ രേഖകൾ, അതായത് റിക്കവർ ചെയ്ത സ്വർണത്തിന്റെ പകുതി, സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം അവിടെ വരും. അപ്പൊ അത് കൂടുതൽ അപകടം. ഇപ്പൊ കുറച്ചു നേരത്തെ ഒരു പാനലിസ്റ്റ് പറഞ്ഞ പോലെ അൻവർ പുറത്തേക്ക് ഇറങ്ങിയാൽ, നിങ്ങൾ പുറത്തേക്ക് വിട്ടാൽ കൂടുതൽ അപകടകാരിയാവാൻ പോകുന്നത്, അത് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാവാൻ പോകുന്നതും പാർട്ടിക്കാണ്. പിന്നെ സാറ് പറഞ്ഞു, ബൽദേവ് സാറ് പറഞ്ഞു, രാഘവൻ സാറ് പോയി, ഗൗരിയമ്മ പോയി. ശരിയാണ്. ഇവരൊക്കെ പോകുമ്പോൾ ഇതിന് ചുക്കാൻ പിടിച്ച എന്താ പറയാ VS അച്യുതാനന്ദൻ സാറി മാറ്റി. അതുപോലെ ഒരു കാലം ഇപ്പത്തെ CM-ന് വന്നുകൂടാന്നില്ല. അല്ലാതെ ഇതില് ആരും അപ്രമാദിത്യം കാണിക്കലല്ല. രാഘവൻ സാറുള്ള സമയത്ത് അദ്ദേഹം പുലി തന്നെയായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹത്തെ മാറ്റി, വേറൊരാളെ വെച്ച്. അത് കഴിയുമ്പോ ഗൗരിയമ്മേനെ മാറ്റി. അത് കഴിയുമ്പോ ഉണ്ടായിരുന്ന അച്യുതാനന്ദനെയും മാറ്റി. ഇത് ആ സമയത്തൊക്കെ ഈ പറയുന്ന CM, ഈ പറയുന്ന VS അച്യുതാനന്ദന്റെ കൂടെയുള്ള ആളായിരുന്നു ഇവരെയൊക്കെ മാറ്റാൻ. അപ്പൊ ഒരു കാലം വരും. ഇതിൽ മറ്റേ പാനലിസ്റ്റ് പറഞ്ഞ പോലെ അൻവറിന്റെ പിന്നിൽ ഇത് പുറത്ത് പറയട്ടെ, ആരെങ്കിലും ഒരു ചാവേറായിട്ട് പറയട്ടെ, ബാക്കിയുള്ളവരുടെ സമയം വരുമ്പോൾ പ്രതികരിക്കും. ഇപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് സുധാകരൻ സീനിയർ മോസ്റ്റ് നേതാവാണ്, MA ബേബി, അതുപോലെ നിങ്ങൾ എടുക്കൂ, എന്താ പറയാ EP ജയരാജൻ, എന്താണ് ഇതിനെക്കുറിച്ച് മിണ്ടാത്തത്? ഒരു അഭിപ്രായം പറയുന്നുണ്ടോ? ഇവരൊക്കെ തോമസ് ഐസക് മിണ്ടുന്നുണ്ടോ? ഒരു ഗോവിന്ദൻ മാഷ്, അദ്ദേഹം ആ പോസ്റ്റിൽ വന്നിരുന്നത് ഈ പറയുന്ന CM-ന്റെ അനുഗ്രഹത്തോടു കൂടിയാണ്. അപ്പൊ തൽക്കാലം പറയില്ല. പക്ഷെ വീണോട്ടെ, ഇതാണ് ചിന്താഗതി, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. അപ്പൊ ഇതില് അഴിമതി രഹിതമായ ഒരു ഭരണം ഉണ്ടാവുന്ന വെച്ചിട്ടാണ് പാവപ്പെട്ട ജനങ്ങള് ഈ CPM-നെ തെരഞ്ഞെടുത്തത് രണ്ടാമതും. അവിടെ അഴിമതി ഉണ്ടായ നിവൃത്തിയൊന്നുമില്ല. അല്ല വക്കീലെ, പാർട്ടിയിലെ വലിയൊരു വിഭാഗം അൻവർ പറഞ്ഞതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുമെന്ന് കരുതുന്നുണ്ടോ? കൺവിൻസിംഗ്ലി, അതായത് ബോധ്യപ്പെടുത്താവുന്ന രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ഇതാ രണ്ട് വീഡിയോ അവിടെ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചു, മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അത് കാണിച്ചു, അല്ലേ? അപ്പൊ എല്ലാം സാധാരണക്കാർക്ക് പോലും, സാധാരണ പാർട്ടി പ്രവർത്തകന് പോലും ബോധ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അൻവറിനെ പെട്ടെന്നങ്ങ് ഇവരൊക്കെ തള്ളിക്കളയും എന്ന് കരുതാനാവുമോ? ഇവര് വിചാരിക്കുന്ന പോലെയല്ല. അദ്ദേഹം എടുത്തു കാണിച്ച, ഇപ്പൊ ആദ്യം പറഞ്ഞു, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു മുഖം തിരിച്ചിരുത്തിന്ന്. അദ്ദേഹം ഇന്നത്തെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹം അതിന് കളിയാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയോട്, ഞാൻ തിരിച്ചു നിർത്തിയല്ല, ഇങ്ങനെയും നിർത്തി പറയാനറിയാം എന്ന് കാണിച്ചു. ഇപ്പോ പാർട്ടിയുടെ കീഴ്ഘടകം മുതലുള്ള മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ഇതല്ലേ? വളരെ ഈസി ആയിട്ട് ബൽദേവ് സാർ പറഞ്ഞു, എത്രയോ സ്ഥലങ്ങളിൽ മീറ്റിംഗ് ബോയ്ക്കോട്ട് ചെയ്യുന്നു, എത്രയോ സ്ഥലങ്ങളിൽ തർക്കം വരുന്നു, മത്സരങ്ങൾ വരുന്നു. ബേസ്ഡ് ഓൺ ദിസ് അത് ആക്സെപ്റ്റ് ചെയ്യണം. ഇത് ഈ ഏത് ഇതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കണം എന്നൊന്നും ആരും ചിന്തിക്കില്ല. ആ പാർട്ടി നിലനിന്നാലേ ഇവിടെ പ്രതിപക്ഷം സ്ട്രോങ് ആയാൽ മാത്രമേ ആ ഭരണപക്ഷം ശരിയാക്കാൻ പറ്റുള്ളൂ. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി കോൺഗ്രസ് വീക്കാണ്. അത് എൻജോയ് ചെയ്ത് ഇവര് ഭരിക്കുന്നു. പക്ഷെ ഇനിയൊരു ടേം വരാം എന്നുള്ളത് ഈ പ്രവൃത്തികൾ കൊണ്ട് ഒരു സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് തോന്നില്ല. കാരണം അറിയപ്പെടുന്ന എല്ലാ മെയിൻ നേതാക്കന്മാരെയും മാറ്റി ഒരു പുതിയ ജനറേഷനെ കൊണ്ടുവന്ന് ഇരുത്തിയത്, അൻവർ പറഞ്ഞ പോലെ റിയാസിന് വേണ്ടി കൊണ്ടിരുത്തിയതാണെങ്കിൽ അതും വരും ദിവസങ്ങളിൽ കാണും.
ഇദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതും അൻവർ പറയുന്നുണ്ട്. അപ്പോ ഒരിക്കലും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ ബാക്കിയുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയ ഒരു പരിപാടി അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്നതല്ല, അത് ഒട്ടും ചേർന്നല്ല. കാരണം ഇതിലെല്ലാം ഉണ്ട്. ഞാൻ ഇപ്പോഴും എനിക്ക് ആ ഒരു നിയമസഭയിലെ ഒരു സ്പീച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മുസ്ലിം ലീഗിന്റെ ഒരു ലീഡർ, ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന്റെ പേര്. അതായത് എന്താ പറയാ, ചേട്ടത്തെ കാണിച്ച് അനീറ്റിയെ കെട്ടിയ പോലെ ആയിന്ന് ഷംസീറിനെ നോക്കി ചോദിച്ചൊരു ചോദ്യം. കാരണം രണ്ടാമത്തെ ടേം വന്ന ഷംസീറിന് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിനെ കുറിച്ച്. അതുപോലെയാണ് ഇപ്പൊ ഇത് പറയുന്നത് എന്താ, അൻവറിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ അൻവറിനെ കൊണ്ട് മലപ്പുറം ജില്ലയിൽ ക്രൗഡ് പുള്ളർ ഇപ്പൊ ഈ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയോ അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അവിടെ അറിയാം ജനം അയാളുടെ കൂടെയാണോ അല്ലേന്ന്. അയാൾ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കോ തോൽക്കോ അതൊക്കെ വേറെ വിഷയം. അവിടെ സത്യസന്ധമായ വോട്ടുകൾ എല്ലാവരും പിടിച്ചാൽ ചിലപ്പോൾ അയാൾ അവിടെ ജയിച്ചു പോകും. കാരണം അയാൾ അത്രയും കോൺഫിഡൻസിലാണ് ഒരു മീറ്റിംഗ് വിളിക്കുന്നത്. അയാൾ പാർട്ടി വിടണോ അതൊന്നും അയാൾ പറഞ്ഞില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അയാൾ MLA സ്ഥാനം രാജിവെക്കില്ല. കാരണം ഇവർക്ക് രാജിവെക്കാൻ പറയാൻ പറ്റില്ല. കാരണം അയാൾ സ്വതന്ത്ര MLA ആയിട്ട് വന്നിട്ട് LDFന്റെ കൂടെ എന്നെ എഴുതി കൊടുത്തിട്ടേ ഉള്ളൂ. ആകെ പറ്റുന്നത് വിപ്പ് പറയാം ഏതെങ്കിലും ഒരു വോട്ടിനുള്ള സമയം വരുമ്പോ. അതല്ലാതെ എന്ത് പറയാൻ പറ്റും? പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല അദ്ദേഹം ഇനി. അല്ല, അതിലിപ്പോ ഒന്നും സംഭവിക്കില്ല എന്നല്ല ആള് പറയണത്. ഇതെല്ലാം നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതെല്ലാം ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, മരമുറി കേസ് അന്വേഷിച്ചത് കൊണ്ടാണ് ഒരു ചാനലുകാർ ഇത് പറയുന്നത്. റിപ്പോർട്ടർ ചാനൽ ഉദ്ദേശിച്ചിട്ടാണ്. അത് തന്നെയല്ലേ മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞത് ഈ കഴിഞ്ഞ മീറ്റിംഗിലും. റിപ്പോർട്ടർ എന്തൊരു ഒരു വളരെ ബാലിശമായ രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ റെസ്പെക്ട്ഫുൾ തോന്നിയതാണ്. അദ്ദേഹം ആദ്യ ടേം വന്നപ്പോ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നൊക്കെ പറഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നിയതാണ്. കാരണം അങ്ങനെ ആവേണ്ടതായിരുന്നു. ഇപ്പൊ അദ്ദേഹം ഈ റിപ്പോർട്ടർ ചാനലിലെ ആരായിരുന്നു ഇതിന്റെ ഭാരവാഹി ആദ്യം? ഇപ്പൊ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണല്ലോ. നേരിട്ട് ജില്ലാ കമ്മിറ്റി. ഇവിടെ ഓരോരുത്തരും വർഷങ്ങളോളം ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി കടന്ന് കളിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തണം. ഇവിടെ നേരിട്ട് ജില്ലാ കമ്മിറ്റി ഒരു പാർട്ടി വർക്ക് ചെയ്ത ഈ പറയുന്ന ഇവര് തള്ളി പറഞ്ഞപ്പോ MV രാഘവന്റെ മകൻ. അതല്ലാതെ വേറെ ഒരു ക്വാളിറ്റി ഇല്ലല്ലോ ഒരു പത്രക്കാരൻ, ഒരു മീഡിയ ഹെഡ് എന്നുള്ളതിൽ. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി മനസ്സിലായില്ലെങ്കിൽ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭയാവുമ്പോൾ ഇതെല്ലാം വരും. അപ്പൊ ഈ ചർച്ചകളൊക്കെ അവിടെയും വരും. ഈ പറയുന്ന അൻവർ, ഞാൻ മനസ്സിലാക്കിയതോളം അദ്ദേഹം പറഞ്ഞത് എത്ര കള്ളനായിക്കോട്ടെ, അയാൾ വന്ന് പറയുന്നതിൽ ഒരു എൻക്വയറി നടത്തുക, അറ്റ്ലീസ്റ്റ് ഇന്റേണൽ എൻക്വയറി. അദ്ദേഹം ആവശ്യപ്പെട്ടത് അതല്ലേ ഉള്ളൂ. അയാൾ ആദ്യം മുതൽ എല്ലാ മീറ്റിംഗിലും ആവശ്യപ്പെടുന്നത് എന്താ? അയാൾ മുഖ്യമന്ത്രി ഏറ്റവും നന്നായിട്ട് പറയുന്നു. കാരണം ആളുടെ ധാരണ മുഴുവൻ ഈ ബാക്കി രണ്ടുപേര് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ന് മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വരെ മുഖ്യമന്ത്രിയെ വളരെ നന്നായി പറഞ്ഞ വ്യക്തിയാണ്. മുഖ്യമന്ത്രിയെ കുഴിയിലാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അൻവറിനെ വിളിച്ചു വരുത്തി രേഖകൾ മേടിച്ച് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവരല്ലെങ്കിലേ പറയുന്നുണ്ട് അവർക്ക് ഒരു പോലീസ് ഉണ്ട്, ഒരു കോടതി ഉണ്ട്, എല്ലാം. ഈ കാര്യത്തിന് മാത്രം എന്താ പോലീസ് അന്വേഷിക്കുന്നില്ലേ? ഏതൊരു പരാതിക്ക് ഒരു അന്വേഷണം വേണ്ടേ? പരാതി ഞാൻ കൊടുത്താൽ അന്വേഷിക്കും എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. കൊടുത്തു കഴിഞ്ഞപ്പോ പറയുന്നു കറമ്പില്ല, അന്വേഷിച്ചോ അതുമില്ല. വെറും വാക്കാലുള്ളതാ ഇത്.